എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള രാമശ്ശേരി ഇഡ്ലിപ്പൊടി എങ്ങനെയാ തയ്യാറാക്കണേന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് രാമശ്ശേരി ഇഡ്ലിപ്പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ മട്ടരിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. മട്ടരി ആയിരിക്കും കൂടുതൽ നന്നായിട്ട് വരെ ഈ ഒരു റെസിപ്പിക്ക്. അരക്കപ്പ് അളവിൽ 250 ml കപ്പിൽ അരക്കപ്പ് അളവിൽ മട്ടരിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കഴുകി ഉണക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം എല്ലാ ഐറ്റംസും. അപ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കുക. അതായത് നമ്മൾ അരിയുണ്ടയൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരി വറുത്തെടുക്കില്ലേ, അതുപോലെ നന്നായിട്ട് പൊട്ടി വരും അരി. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഒരുവിധം നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നെ അവസാനമാകുമ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നാൽ തന്നെയായിരിക്കും ഇത് കറക്റ്റായിട്ട് തന്നെ വരിക. ഈ അരി വറുത്തതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഈ ഒരു റെസിപ്പിയുടെ. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഞാൻ സാധാരണ ഇഡ്ലിപ്പൊടിയുടെ റെസിപ്പി അതുപോലെ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി എല്ലാം ചെയ്തിട്ടുണ്ട്. കാണാമെന്നുള്ളവർക്ക് കണ്ടു നോക്കാട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നത് ഇത് കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷമാണ് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നാണ് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്. ഞാൻ ഇതുപോലെ മുഴുവനോട് കൂടിയ ഉഴുന്നാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഉഴുന്നും അരക്കപ്പ് അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഉഴുന്ന് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം കറക്റ്റായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവില്ല. ഉഴുന്ന് എങ്ങനെയാണ് കറക്റ്റായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മണം വരും. അതുപോലെ അതായത് ഇതിൻ്റെ കളറ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കേണ്ടത്. അതുപോലെ ഇതിന് ഒരു കഷ്ണം എടുത്തിട്ട് ഒരു ഉഴുന്നെടുത്തിട്ട് ഒന്ന് കടിച്ചു നോക്കി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് വരും. നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്ന ആ ഒരു സമയത്ത്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ഗോതമ്പാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. മുഴുവനോട് കൂടിയുള്ള ഗോതമ്പ് കേട്ടോ. ഇത് നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരണം. അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ മാറുക. കുറച്ച് സമയം എടുക്കും ഇത് കറക്റ്റായിട്ട് റോസ്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ. കണ്ടില്ലേ, ഇതിപ്പോൾ പൊട്ടി വരുന്നുണ്ട്. അരിയൊക്കെ പൊട്ടിയ പോലെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കളറ് മാറി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരെയാണ് നമ്മളിത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. കുറച്ച് ക്ഷമയോടുകൂടി തന്നെ ഇളക്കി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കണ്ടില്ലേ, ഗോതമ്പും കറക്റ്റായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. നമുക്കിതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ രാമശ്ശേരി ഇഡ്ലി ഷോപ്പിൽ പോയ സമയത്ത് അവരുടെ അടുത്ത് റെസിപ്പിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞിരുന്നു ഗോതമ്പ് കൂടി ഇതിലേക്ക് ചേർക്കാറുണ്ടെന്ന്. അപ്പോൾ സാധാരണ ഇഡ്ലിപ്പൊടിയിൽ നമ്മൾ ഗോതമ്പ് ചേർത്ത് കൊടുക്കാറില്ല, അല്ലാതെ തന്നെയാണ് തയ്യാറാക്കുക. ഇനി സെയിം പാനിലേക്ക് നമുക്ക് അരക്കപ്പ് അളവിൽ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് വന്നോട്ടെ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും. അതുപോലെ ചെറുതായിട്ടൊന്ന് കളർ മാറി വരും. ആ ഒരു സ്റ്റേജ് വരെ തന്നെ നമ്മളിത് ഇതുപോലെ കുറച്ച് ക്ഷമയോട് കൂടി റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കുക. ഈ ഒരു പ്ലേറ്റിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ബാക്കി കുറച്ച് ഇൻഗ്രീഡിയൻസ് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കറുത്തെള്ള് 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തെള്ള് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എള്ളൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരും. ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഒരുപാട് സമയം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് തന്നെ ഞാൻ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നല്ല ജീരകം, ചെറിയ ജീരകം എന്നൊക്കെ പറയുന്ന ക്യുമിൻ സീഡ്സ് 1 ടീസ്പൂൺ അളവിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവയും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും. ഒരു 1/4 ടീസ്പൂൺ അളവിലൊക്കെ മതി കേട്ടോ ഉലുവ. ഉലുവയുടെ അളവ് കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്പ്പ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രാമശ്ശേരി ഇഡ്ലിപ്പൊടി കഴിക്കുമ്പോൾ തന്നെ ആ ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനോട് കൂടി കുരുമുളക് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. എള്ളൊക്കെ ഒന്ന് പൊട്ടി വരും. അതുപോലെ ജീരകം എല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരണം. അത് തന്നെ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യം വറ്റൽമുളകാണ്. വറ്റൽമുളക് ഒരു 15 വറ്റൽമുളകൊക്കെ വരെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 15ഓളം വറ്റൽമുളക് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. സാധാരണ ഉണക്കമുളക്, കാശ്മീരി ഉണക്കമുളകല്ല സാധാരണ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. കാരണം ഈ ഒരു രാമശ്ശേരി ഇഡ്ലിപ്പൊടിക്ക് കളറൊന്നുമില്ല, റെഡിഷ് കളറോ അങ്ങനെയൊന്നും തന്നെ ഇല്ല. ഇതും ഇതുപോലെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതിൻ്റെ തണ്ടോട് കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് വീർത്ത് വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു 4 തണ്ട് കറിവേപ്പില ഇതുപോലെ
ഇട്ട് കൊടുക്കുക. കറിവേപ്പില നന്നായിട്ട് റോസ്റ്റായിട്ട് വരണം. കറിവേപ്പിലയുടെ ആ ഒരു വാട്ടർ കണ്ടൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയിട്ട് നന്നായിട്ട് റോസ്റ്റായിട്ട് വരണം. എങ്ങനെ കറക്റ്റായിട്ട് റോസ്റ്റായിട്ട് വന്നതെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കറിവേപ്പില എടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ച് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് പൊടിഞ്ഞ് വരണം. കണ്ടില്ലേ, ഇതുപോലെ പൊടിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് റോസ്റ്റായിട്ട് വന്നു എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. കറിവേപ്പിലയൊക്കെ നല്ലൊരു ഫ്ലേവർ തന്നെ ഇതിന് കൊടുക്കേണ്ട, ഒരുപാട് അളവിൽ വേണ്ട കറിവേപ്പില. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കുക. കായം നല്ലൊരു ഫ്ലേവർ തന്നെ ഇതിന് കൊടുക്കും. അപ്പോൾ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കൊന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കായം വറുത്ത് പൊടിച്ച് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചേർക്കട്ടെ, അത് കുറച്ചും കൂടി നന്നായിട്ട് വരും ഇതിനേക്കാളും. അപ്പോൾ 1 ടീസ്പൂണോളം അളവിൽ കായത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, കൂടി പോകരുത് ഒരിക്കലും അളവ്. കുറഞ്ഞു പോയാലും പിന്നെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ കല്ലുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കല്ലുപ്പ് ഉപയോഗിക്കാവുന്നതുള്ളൂ. ഞാനിപ്പോൾ സാധാരണ പൊടിയുപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ മുളകിൻ്റെ തണ്ടൊക്കെ നമുക്കൊന്ന് മാറ്റി കളയാട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനല്ല, പക്ഷേ ചെറിയ തരികളോടുകൂടി ആ ഒരു രീതിയിലായിരിക്കും ഇത് വരിക. കണ്ടില്ല, ഇതെല്ലാം കൂടി ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ കുറേശ്ശെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് കേട്ടോ. നമുക്കിത് കുറേ നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാവുന്നതുള്ളൂ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്ത് തന്നെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും പൊടിച്ചെടുത്തതിന് ശേഷം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഇഡ്ഡലി, ദോശ, ഊത്തപ്പം, ഒണിയൻ ദോശ, പനിയാരം അല്ലെങ്കിൽ പൊടി ദോശ, അങ്ങനെ ഒരുപാട് ഐറ്റംസിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിത് മിക്സിയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അതായത് നല്ല ഫൈനല്ല, ചെറുതായിട്ട് ഒരു ചെറിയൊരു തരി പോലെ. എന്നാൽ പൊടിയാതെ കിടക്കണോ അങ്ങനെയൊന്നും തന്നെ ഇല്ല. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാം പൊടിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ കുറേ നാളൊക്കെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം, കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, എല്ലാം കൂടി പൊടിച്ചെടുത്തതിന് ശേഷം ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരുടെയും എല്ലാ ഫ്ലേവേഴ്സും കറക്റ്റായിട്ട് തന്നെ വരും ഈ ഒരു രീതിയിൽ. എന്നിട്ട് ടേസ്റ്റ് ഒന്ന് നോക്കുക, ഉപ്പൊക്കെ പെർഫെക്റ്റ് ആണോ, എരിവൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ഫ്ലേവറോട് കൂടിയൊരു അതായത് ഇഡ്ലിപ്പൊടിയുടെ ഒരു റെസിപ്പി തന്നെയാണ് രാമശ്ശേരി ഇഡ്ലിപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രാമശ്ശേരി ഇഡ്ലിയുടെ റെസിപ്പി പിന്നീട് ചെയ്യാം. അതുപോലെ അതിൻ്റെ കൂടെയുള്ള ചമ്മന്തിയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾക്ക് നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ, വെളിച്ചെണ്ണ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഇഡ്ലിയുടെയോ ദോശയുടെയൊക്കെ കൂടെ കഴിക്കാവുന്നതുള്ളൂ. ഒന്നും മിക്സ് ചെയ്യാതെ കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. രാമശ്ശേരി ഇഡ്ലിപ്പൊടിയുടെ കളർ എന്ന് പറയുന്നത് ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.